അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മീഡിയ ടെക്കിൻ്റെ പുതിയൊരു പ്രോസസ്സർ ഡിസംബർ 23-ന് ലോഞ്ച് ചെയ്യും. ഇത് മീഡിയ ടെക് ഡിമെൻസിറ്റി 8400 എന്നുള്ള പ്രോസസ്സർ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം റെഡ്മി ടെർബോ 4 എന്നൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ ഈ ഒരു പ്രോസസ്സർ ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ഒരു 4nm പ്രോസസ്സർ ആയിരിക്കും. 1+3+4 ആർക്കിടെക്ചറിലായിരിക്കും ഇത് വരിക. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ 3.25 GHz ക്ലോക്ക് ചെയ്യുന്ന ഒരു പ്രൈം കോർ വരുന്നതായിരിക്കും. പിന്നെ 3 GHz ക്ലോക്ക് ചെയ്യുന്ന 3 പെർഫോമൻസ് കോറുകളും അതുപോലെ തന്നെ 2.1 GHz ക്ലോക്ക് ചെയ്യുന്ന 4 എഫിഷ്യൻസി കോറുകളും വരുന്നതായിരിക്കും. പിന്നെ ജിയോയുടെ ടാഗ് ഗോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇതിൽ ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 1499 രൂപയാണ്. അപ്പോൾ ഡിവൈസുകളിലോട്ടൊക്കെ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ പോയാലൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലോട്ടും നമുക്ക് ഇത് അറ്റാച്ചും ചെയ്ത് വെക്കാം. പിന്നെ സാംസങ് S25 അൾട്രയുടെയും അതുപോലെ തന്നെ S25 പ്ലസിൻ്റെ ഒക്കെ റെൻഡേഴ്സും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുകയാണ്. S25 അൾട്രയിൽ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള കോർണേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ S25 അൾട്രയിൽ വളരെ തിന്നായിട്ടുള്ള ബെസൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ S25 പ്ലസിൻ്റെ ഹാൻഡ്സ് ഓൺ ഇമേജസും കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ S25 സീരീസിൽ EPP-QI2 വയർലെസ് ചാർജിങ് വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ S25 സീരീസിൻ്റെ കാര്യത്തിൽ S25, S25 പ്ലസ് എന്നീ ഫോണുകളുടെ കളർ വേരിയൻസിൻ്റെ കാര്യങ്ങൾ ലീക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബ്ലൂ, ബ്ലാക്ക്, അതുപോലെ തന്നെ കോറൽ റെഡ്, ഐസി ബ്ലൂ, മിൻറ്റ്, നാവി, പിങ്ക് ഗോൾഡ്, സിൽവർ ഷാഡോ എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം S25 സീരീസിനെ പറ്റിയിട്ടുള്ള കുറേ ന്യൂസുകൾ ഉണ്ട്. പിന്നെ ജനുവരി 22-നായിരിക്കും ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ സാംസങ് Z Fold 7-ൽ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ പെൻസിലിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം പഴയ വെർഷൻസിലൊക്കെ ഡിജിറ്റൈസർ ലെയർ വരുന്നുണ്ട്. ഇപ്പം അതില്ലാത്ത ഒരു വെർഷനായിരിക്കും പുതിയ വെർഷൻ എന്ന് പറയുന്നത്. അപ്പം തിക്നെസ് കുറച്ചും കൂടി കുറയ്ക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നെ നത്തിങ് ഫോൺ 2-ലും അതുപോലെ തന്നെ 2Aലും നത്തിങ് OS 3.0യുടെ സ്റ്റേബിൾ വെർഷൻ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ നത്തിങ്ങിൻ്റെ ഡിവൈസുകളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ഷവോമിയുടെ 15 അൾട്രയിൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് കണക്ടിവിറ്റിയും ഇതിൽ വന്നേക്കാം. MIIT സർട്ടിഫിക്കേഷൻ സൈറ്റിലൊക്കെ ഈ ഫോൺ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ യുലേഫോൺ ആർമർ X31i Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വില വരുന്നത് $199.99, അതായത് 17,000 രൂപ പ്രൈസ് വെച്ചിട്ട്. ഇത് ഒരു റഗഡ് സ്മാർട്ട് ഫോണാണ്. 6.56 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ മീഡിയ ടെക് ഡിമെൻസിറ്റി 6300 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. IP68, 69 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MIL STD 810H സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിക്കൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 6050 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. 64+25+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ One UI 7-ൽ നോ ബാർ എന്നുള്ള ഒരു പുതിയ ഫീച്ചർ വരുന്നുണ്ട്. അപ്പം ഇത് സംഭവം എന്താ വെച്ചാൽ ഫോണിൻ്റെ അടിഭാഗത്തായിട്ട് ഈ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഡൈനാമിക് ഐലൻഡിന് പകരം വരുന്ന ഒരു ഫീച്ചറാണ് എന്നും പറയാവുന്നതാണ്. പിന്നെ OnePlus 13R-ൽ 6000 mAh ബാറ്ററി വരുമെന്നുള്ള കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനും വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ആസ്ട്രൽ ട്രയൽ അതുപോലെ തന്നെ നെബുല നോയർ എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരും. 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ജനുവരി 7-നാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഓപ്പോ A5 Proയുടെ ഒഫീഷ്യൽ ടീസർ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഡിസംബർ 24-നാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൽ IP69 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. മീഡിയ ടെക് ഡിമെൻസിറ്റി 7300 എന്നുള്ള പ്രോസസ്സർ ആയിരിക്കും വരിക. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഹോണറിൻ്റെ മാജിക് 7 RSR പോർഷെ ഡിസൈൻ ഡിസംബർ 23-ന് ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇത് ഒരു സ്പെഷ്യൽ വെർഷൻ ആയിരിക്കും. 6.8 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 8Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയിരിക്കും വരിക. 50+50+200 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ iPhone 17 Pro Maxൻ്റെ കൺസെപ്റ്റ് റെൻഡേഴ്സും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുകയാണ്. ഗൂഗിൾ പിക്സൽ ഫോണുകളിൽ ഉള്ളതുപോലത്തെ ഒരു ക്യാമറ മോഡ്യൂളാണ് ഈ പുതിയ ഡിസൈനിൽ കാണിക്കുന്നത്.
പിന്നെ ചില റിപ്പോർട്ടുകളിൽ ഈ ഒരു ഡിസൈൻ വരില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം പുറത്തു വന്നിട്ടുള്ള കൺസെപ്റ്റ് റെൻഡേഴ്സിൽ ഈ ഒരു ഡിസൈനാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 6.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. ചിലപ്പം A19 Pro ബൈനറി ചിപ്പായിരിക്കും ഇതിൽ വരിക. പിന്നെ 48 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ റെഡ്മിയുടെ ടെർബോ 4 എന്നുള്ള ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന LTPS OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ച്വൽ ഡിസൈൻ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 8400 എന്നുള്ള പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 6550 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഒരു ഫോൺ പോക്കോ X7 Pro എന്ന പേരിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിലോട്ടൊക്കെ പോക്കോ X7 Pro എന്ന പേരിൽ ഈ ഒരു ഫോൺ എത്തിയേക്കാം. പിന്നെ റിയൽമിയുടെ 14X എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ച്വൽ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ MediaTek Dimensity 6300 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ 6GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. 8GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. ഇപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. IP69 റേറ്റിംഗും നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല. പ്രോസസ്സർ അത്ര മികച്ചതല്ല. അതുപോലെ തന്നെ സിംഗിൾ സ്പീക്കറൊക്കെ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ടെങ്കിലും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് ബാക്കി ഫീച്ചേഴ്സ് എന്നും പറയാവുന്നതാണ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.